ഇന്ന് നമുക്ക് ഒരു അടിപൊളി പൊതി ബിരിയാണി ഉണ്ടാക്കാം. ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി, പക്ഷെ വളരെ ടേസ്റ്റോടുകൂടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് ഈ പൊതി ബിരിയാണി. ഇതിനായി നമുക്ക് ആദ്യം കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് കൂടി ചേർത്ത പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ എരിവ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് തന്നെ മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഇടാം. ഇതിലേക്ക് 1-2 തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, ഉപ്പ് അതുപോലെ കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് ചിക്കൻ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റായിട്ട് വരിക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടുക. പിന്നീട് നമുക്കിതിൽ ചേർക്കേണ്ട ഒരു കാര്യമാണ് ഉപ്പ്. കൃത്യമായിട്ട് ഉപ്പൊക്കെ നോക്കുക. അതിനുശേഷം ഇത് മൂടി വയ്ക്കുക. ഒരു 2 വിസിലാകുമ്പോഴേക്ക് നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരി റെഡിയാക്കണം. അതിന് അരിയുടെ അളവിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ശ്രദ്ധിക്കുക. 2 ഗ്ലാസ് അരിയാണ് നമ്മളെടുത്തെങ്കിൽ ഒരു 2-2.5 ഗ്ലാസ്സെങ്കിലും വെള്ളം ചേർക്കാൻ ശ്രമിക്കണം. ഓൾറെഡി ചിക്കന് നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളം കൂടി അതിലുണ്ടാവും. അപ്പം എല്ലാം കൂടി വെള്ളത്തിൻ്റെ കണക്ക് കൃത്യമായി നോക്കേണ്ടതായിട്ടുണ്ട്. അരി കഴുകിയിട്ട ശേഷം നന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്യുക. നമുക്ക് പിന്നെ പ്രധാനമായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെരിഞ്ചീരകം കുറച്ചതിൽ ചേർക്കുക. അതുപോലെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഈ കുക്കർ അടച്ച് ഒരു വിസിൽ വരാനാവുമ്പോൾ തന്നെ ഓഫാക്കാവുന്നതാണ്. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പം ഗ്യാസൊക്കെ ഔട്ടായിട്ട് നമുക്ക് കുക്കർ തുറക്കാൻ പറ്റും. അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ബിരിയാണി നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. ശരിക്കും ഇത് ഈസിയാണെങ്കിൽ കൂടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണ്. അധികം എണ്ണയോ കാര്യങ്ങളൊന്നും ചേർക്കാതെയുള്ള എന്താ പറയുക, പ്യുവറായിട്ടും ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറും നന്നായിട്ട് കിട്ടുന്നൊരു ബിരിയാണിയാണിത്. നമുക്കപ്പോൾ ഈ ബിരിയാണി ഒരു പുതിയ ബിരിയാണി ആക്കിയിട്ട് മാറ്റാം. നല്ല വാഴയിലയിൽ നല്ല ചൂടോടുകൂടി ഈ ഒരു ബിരിയാണി വിളമ്പുക. പിന്നെ ആസ് യൂഷ്വൽ നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടുക. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തിയോ അതുപോലെ പപ്പടം, അച്ചാർ ഇവയൊക്കെ കൂടിയും ഈ ഒരു പൊതി ബിരിയാണിയുടെ സൈഡിൽ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങളോട് ചേർത്ത് നന്നായിട്ട് ഈ ബിരിയാണി പൊതിഞ്ഞെടുക്കുക.